ഹായ് മക്കളെ, ഏക്കെയാണ്. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം വേണോ? ഇതാ എഴുതിയെടുത്തോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കുക. ഇവിടെ ഗ്രാഫിൽ നിന്നും നമ്മൾ സീറോ ആക്സിലറേഷൻ കാണിക്കുന്ന ഭാഗം ഏതാണ്, അതേപോലെ റിട്ടാർഡേഷൻ കാണിക്കുന്ന ഭാഗം ഏതാണ്, കൂടാതെ ആദ്യത്തെ 8 മണിക്കൂറിൽ ഈ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ചോദിച്ചു. മലയാളം മീഡിയക്കാർ നോക്കുക. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സമത്വരണം ഏത് ഭാഗത്താണ്, മന്ദീകരണം ഏത് ഭാഗത്താണ്, അതേപോലെ ഈ കാർ എത്ര ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം കവർ ചെയ്തു എന്നാണ് ചോദ്യം. നോക്കൂ, വളരെ സിമ്പിളാണ് ഈ ഒരു ഗ്രാഫ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സീറോ ആക്സിലറേഷൻ അല്ലെങ്കിൽ സമത്വരണം എന്ന് പറഞ്ഞാൽ ത്വരണത്തിൽ വ്യത്യാസമില്ലാതിരിക്കുക, അതായത് പ്രവേഗ മാറ്റം ഇല്ലാതിരിക്കുക. നോക്കൂ, ഈ ഗ്രാഫിൽ ഇതാ എ മുതൽ ബി വരെ ത്വരണം ഇങ്ങനെ കൂടും അല്ലേ, മാറ്റമുണ്ട്. കാരണം എന്താണ്? പ്രവേഗ മാറ്റം ഇവിടെ ഉള്ളത് കൊണ്ട് ത്വരണവുമുണ്ട്. പക്ഷെ ബി മുതൽ സി വരെ എന്തില്ല? ത്വരണമില്ല അല്ലേ? ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ പ്രവേഗത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഉത്തരം ബി സി എന്ന് പറയുന്ന ഭാഗം കിട്ടും. അടുത്ത ചോദിക്കുന്നു റിട്ടാർഡേഷൻ, മന്ദീകരണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. പ്രവേഗമാറ്റം കുറയുകയാണെങ്കിൽ എന്താണത്? മന്ദീകരണമാണ്. തീർച്ചയായിട്ടും സി ഡി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ചോദ്യമാണ്. 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ 0, ഇതാണ് സമയം. 0, 2 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂർ, 8 മണിക്കൂർ, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫിലെ ഭാഗം നമ്മൾ നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫിൽ നിന്നും വസ്തുവിൻ്റെ സ്ഥാനാന്തരം കണ്ടുപിടിക്കണമെങ്കിൽ ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഗ്രാഫ് വി ഷുഡ് ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് അണ്ടർ ദ ഗ്രാഫ്. ഷേപ്പ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്, അണ്ടർ ദ ഗ്രാഫ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 2 ഷേപ്പുകൾ കാണുന്നുണ്ട്, ശരിയല്ലേ? ഒന്നാമത്തെ ഷേപ്പ് ഏതാണ്? ഇതാണ് ഫസ്റ്റ് ഷേപ്പ്. ഇത് എന്ത് ഷേപ്പാണ്? ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. അടുത്ത ഷേപ്പ് ഏതാണ്? അടുത്ത ഷേപ്പ് നമുക്കറിയാം, ഇതൊരു നേരെ ഒരു ദീർഘചതുരമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ. ഇവിടെയുള്ള ഷേപ്പുകൾ ഏതൊക്കെയുള്ളത്? ഏരിയ ഓഫ് ദ ട്രപ്പീസിയം, ലംബകം നമ്മുടെ കയ്യിലുണ്ട്, ഒരു ലംബകം നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ എന്തിൻ്റെ കൂടി ഏരിയ വരും? ഏരിയ ഓഫ് ദ സ്ക്വയർ അല്ലേ, ചതുരത്തിൻ്റെയും വരും. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ ഏതാ മക്കളെ? അത് ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ്. അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ പഠിച്ചു വെക്കണം. അതേപോലെ ഈ ഒരു ചതുരാണെങ്കിലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, എൽ ബി നിട്ടാൽ മതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നമുക്ക് നേരെ കൊടുക്കാം ഹാഫ്. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലംബകത്തിൻ്റെ ട്രപ്പീസിയത്തിൻ്റെ ബേസ് ആണ് കേട്ടോ. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ല, എന്താണ്? ബേസ് ആണ്. അത് എത്രയാണ് വരുന്നത്? 0 മുതൽ, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, 0 മുതൽ 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും 3 ഇൻറ്റു എ പ്ലസ് ബി. എ ഏതാണ്? ലംബകത്തിൻ്റെ ട്രപ്പീസിയത്തിൻ്റെ ഏറ്റവും ചെറിയ ഉയരമാണ്, അത് 10 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 10 പ്ലസ് ബി എത്ര കിട്ടുന്നു? 35 അല്ലേ വന്നിരിക്കുന്നത്. 40ൻ്റെ 30ൻ്റെ ഇടയ്ക്കാണ് 35 വരുന്നു. സോ 35 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 35 ആണ് ഉയരം. വീതി എത്രയാണ്? 3 മുതൽ 8 വരെയാണ്. അപ്പോൾ 5 ആണ് ലെങ്ത്ത് വരുന്നത്, ബ്രെഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 ഇൻറ്റു 5 എന്നാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 10 പ്ലസ് 30 എത്ര കിട്ടും? നമുക്ക് 45 എന്നാണ് കിട്ടുക. പ്ലസ് 35 ഇൻറ്റു 5, അപ്പോൾ 5 5 25ന് 5 ഇഷ്ടം 2, 3 5 15 2 17 175 കിട്ടും. ഇവിടെ നമ്മൾ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 45, അപ്പോൾ 90 135 കിട്ടും. 135 പ്ലസ് 175 എന്നാണ് കിട്ടുക അല്ലേ. ഇനി 135ൻ്റെ പകുതി നമ്മളൊന്ന് കണ്ടെത്തിയാൽ മതി. സോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഹാഫ് കണ്ടുപിടിക്കാൻ സാധിക്കും. 135ൻ്റെ പകുതി എത്രയാണ്? 67.5 ആണ് അല്ലേ.
പ്ലസ് 175 ചെയ്താൽ മതി. 175 ചെയ്താൽ നമുക്ക് 200 ടോട്ടൽ 242.5 മീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക കേട്ടോ മക്കളെ. സോ ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ ഞാൻ 2 ഷേപ്പ് തന്നിട്ടുണ്ട്. ഏത് ഒരു ഷേപ്പൊക്കെ ചോദിക്കാറുള്ളൂ. സോ രണ്ടും ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ഇവിടെ ലംബകത്തിൻ്റെയും അതേപോലെ തന്നെ ഈ സ്ക്വയറിൻ്റെയും ഒക്കെ ഏരിയക്കാളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായെങ്കിൽ ഫ്രണ്ട്സിന് മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം.